നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഷാരിക ചന്ദ്രൻ. ഞാൻ ട്രിവാൻഡ്രം SK ഹോസ്പിറ്റലിൽ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജനാണ്. പലപ്പോഴും പേഷ്യൻസ് എന്നോട് ചോദിക്കും, മാം എൻ്റെ ഫേസ് വളരെ ഡൾ ആൻഡ് അതിന് കുറേ പാടുകളും കുറേ കുരുകളുണ്ട്. അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാം? ഫോർ സ്റ്റാർട്ടേഴ്സ്, ആദ്യം നിങ്ങൾ ഒരു വിദഗ്ധ കോസ്മെറ്റിക് സർജൻ അടുത്ത് പോയിട്ട് അവർ നിങ്ങളുടെ സ്കിൻ ആൻഡ് ഫേസ് അനലൈസ് ആൻഡ് അസസ് ചെയ്തിട്ട് അവർ ഒരു മെഡിഫേഷ്യൽ സജസ്റ്റ് ചെയ്യുമായിരിക്കും. മെഡിഫേഷ്യൽസ് എന്താണ്? മെഡിഫേഷ്യൽ എന്ന് വെച്ചാൽ ഇത് ഒരു മെഡിക്കൽ ഗ്രേഡ് ഫേഷ്യൽ ആണ്. ഇത് പാർലർ ഫേഷ്യൽസിനെ പോലെ അല്ല. കാരണം ഇത് ചെയ്യുന്നത് ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് മെഡിക്കൽ പേഴ്സണൽ ആണ്. ഈ മെഡിഫേഷ്യൽസ് കുറച്ചും കൂടെ ഇഫക്റ്റീവും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. മെഡിഫേഷ്യൽസിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് മെഡിക്കൽ ഡിവൈസസ്, പ്രോഡക്ട്സ് ആൻഡ് ടെക്നീക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, മൈക്രോഡെർമബ്രേഷൻ, LED തെറപ്പി, ഫോട്ടോ റിജുവിനേഷൻ, കെമിക്കൽ പീൽസ് എക്സെട്ര. ഇത് എൻ്റെ ചർമ്മത്തിന് എങ്ങനെ ഗുണകരം ആകാം? മെഡിഫേഷ്യൽസ് നിങ്ങളുടെ ചർമ്മത്തിന് എക്സ്ഫോളിയേഷൻ, മോയ്സ്ചറൈസേഷൻ കൂടാതെ റെജുവിനേഷൻ നൽകുന്നതാണ്. ഇത് മുഖക്കുരുക്കളെയും ചുളിവുകളെയും കുറയ്ക്കുന്നതാണ്. അതുകൂടാതെ മെഡിഫേഷ്യൽസ് വലിഞ്ഞ ചർമ്മത്തിനെ ടൈറ്റ് ആക്കുകയും ചെയ്യുന്നു. ഞാൻ എന്തൊക്കെയാണ് മെഡിഫേഷ്യൽസ് ചെയ്യുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഓരോരുത്തരും വ്യത്യസ്തം ആയതുപോലെ നിങ്ങളുടെ ചർമ്മവും ഡിഫറെൻ്റ് ആണ്. അതുപോലെയാണ് ഓരോ ആൾക്കാർ വരുമ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. മെഡിഫേഷ്യൽസിൽ ഡൗൺ ടൈം തീരെ ഇല്ല. ചിലർക്ക് സ്കിന്നിൽ റെഡ്നെസ് ഉണ്ടായേക്കാം. ഇത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കുറയുന്നതാണ്. മെഡിഫേഷ്യൽസ് വളരെ ഇഫക്റ്റീവും സേഫാണ്. മെഡിഫേഷ്യൽസ് കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണം ലഭിക്കുക? Those with acne, hyperpigmentation or spots, aging skin, dehydrated dry skin and sun-damaged skin benefit most from medical facials. മെഡിഫേഷ്യൽസ് എപ്പോഴൊക്കെയും എത്ര തവണയാണ് ചെയ്യേണ്ടത്? Well, that depends on each individual, but usually every 4 to 6 weeks should be good. I hope this would have cleared your doubts about medifacials and give you a better understanding about medifacials.